ഈ മൃതദേഹങ്ങൾ തപ്പാനൊക്കെ തുടങ്ങി. അങ്ങനെ ആ സംഭവ ദിവസം സന്ധ്യക്ക് ഉള്ളിൽ തന്നെ ഏതാണ്ട് 17 ഡെഡ് ബോഡി ഇങ്ങനെ വെള്ളം വന്ന് ഇടിച്ച് ശക്തമായിട്ട് ഇടിച്ച് ഈ വീടാകെ ചിതറിത്തെറിക്കുന്ന പോലെ. 2004 ഡിസംബർ 26 രാവിലെ ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിന് സമീപം സമുദ്രത്തിന്റെ അടിയിൽ 9.2 മാഗ്നിറ്റ്യൂഡ് തീവ്രതയുള്ള ഒരു ഭീമൻ ഭൂമികുലുക്കമുണ്ടായി. സയന്റിസ്റ്റുകൾ പറയുന്നത് 23,000 ഹിറോഷിമ ബോംബുകളുടെ ശക്തിയോട് തുല്യമായ ഊർജം പുറത്തുവിട്ടു എന്നാണ്. അതിന്റെ ഫലമായി ഭീമൻ തിരകളുടെ ഒരു ശൃംഖല തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആകെ പടർന്നു. സുനാമി തിരകൾ മണിക്കൂറിൽ 800 കിലോമീറ്റർ വേഗതയിൽ സമുദ്രത്തിലൂടെ സഞ്ചരിച്ചു. ലോകമെമ്പാടുമുള്ള 2 ലക്ഷത്തിലധികം ആൾക്കാർ ഈ ദുരന്തത്തിൽ മരണപ്പെട്ടു. ഇന്ത്യയിൽ തമിഴ്നാട്, ആൻഡമാൻ നിക്കോബാർ, കേരളം എന്നീ പ്രദേശങ്ങളിലായിരുന്നു സുനാമിയുടെ ആഘാതം ഉണ്ടായത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് കൊല്ലം, ആലപ്പുഴ പ്രദേശങ്ങളായിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ദുരന്തം വിതച്ചത് ആലപ്പാടായിരുന്നു. ഏകദേശം 120-ൽ കൂടുതൽ ആൾക്കാർ ഈ പ്രദേശത്ത് മരണപ്പെട്ടു. 20 മീറ്ററോളം പൊക്കത്തിൽ കടൽ തിരമാല കരയിലേക്ക് തള്ളിക്കയറി വരികയായിരുന്നു. പിന്നെ ഞാൻ രക്ഷപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കിഴക്കുവശത്ത് ഒരു വീടുണ്ട്. അതിന്റെ തിണ്ണയിൽ കയറി ഇതിനൊരു ജനലുണ്ടായിരുന്നു. ആ ജനലിന്റെ ക്രാസിൽ മേൽ ചവിട്ടി ഇങ്ങനെ കയറിയിട്ട് ഈ ഭിത്തി കെട്ട് തീരുന്ന ഇവിടെ പിടിച്ചിട്ട് എനിക്ക് രക്ഷയില്ല. അത് മൂക്കിന്റെ മേളിൽ കൂടെ തന്നെ വെള്ളം ഒഴുകുന്നത്. അതിന്റെ മേളിൽ 2 ഓട് കൈകൊണ്ട് ഞാൻ ഇങ്ങനെ തള്ളി മാറ്റി. അത് ഓടിന്റെ ഇടയ്ക്കൂടെയാണ് ഞാൻ തല മേളിലോട്ട് കയറ്റി വെച്ചുകൊണ്ടാണ് എനിക്ക് ജസ്റ്റ് മൂക്കിന്റെ ലെവൽ ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ നിന്നുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അത്